Hi guys, welcome back to my channel. ഞാൻ ദിവ്യ. അപ്പൊ ഇന്ന് ഗോവയിലുള്ള ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ്. അപ്പൊ ഞങ്ങള് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു, തിങ്സ് ഒക്കെ പാക്ക് ചെയ്ത് ഞങ്ങള് ഇറങ്ങി ഇന്ന്. അപ്പൊ ഞങ്ങൾ ഇവിടെ ഫസ്റ്റ് കാണാൻ വേണ്ടി പോകുന്ന സ്ഥലം വന്നിട്ട് പാരാ കോക്കനട്ട് ട്രീ റോഡ് എന്ന് പറഞ്ഞിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു റോഡാണ്. ഇവിടെ മൂവീസ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ നമുക്ക് ഇവിടെ എവിടെയും വണ്ടി അങ്ങനെ ഒതുക്കിയിടാൻ പറ്റത്തില്ല. അപ്പൊ ഞങ്ങള് പാർക്കിങ്ങിൽ തന്നെ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് ഇനി അങ്ങനെ നമുക്ക് വണ്ടി എടുത്ത് അങ്ങനെ പോകാനേ പറ്റത്തുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങി നടന്ന് വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫോട്ടോസ് ഒക്കെ എടുക്കാം. പക്ഷെ എപ്പോഴും ഭയങ്കര ക്രൗഡഡാ ഇവിടെ. അപ്പൊ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തെ ഒരു 6-7 മണി രാവിലെ ആ ഒരു സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ വണ്ടി ഓട്ടിച്ച് പോവാം. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു വണ്ടി ഓട്ടിച്ച് അങ്ങനെ സ്ലോ ആയിട്ട് പോവാം, സൺറൂഫിൽ നിന്ന് വീഡിയോസ് എടുക്കാം. അപ്പൊ അങ്ങനെയാ വിചാരിച്ചിട്ടുള്ളത്. അപ്പൊ വായോ. അപ്പൊ നമ്മളിപ്പോ കണ്ട ആ ഒരു റോഡാണ്, അത്രേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഈ ഒരു മറ്റേ സൺറൂഫ് ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ മേലെ നിന്ന് അങ്ങനെ എടുക്കുമ്പോൾ ആ ഒരു വ്യൂ കിട്ടി. അതല്ലെന്നുണ്ടെങ്കിൽ ഡ്രോൺ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഭംഗിയിൽ കിട്ടുള്ളൂ. ഇതിപ്പോ ഇങ്ങനെ എടുത്തോണ്ട് കുറച്ച് ആ ഒരു എന്താ പറയാ, റോഡ് ഇങ്ങനെ ഫുൾ ഇങ്ങനെ കിട്ടിപ്പോയ പോലത്തെ ഒരു ഇതുണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ വിചാരിച്ചു ഇവിടെ ഭയങ്കര ക്രൗഡും കാര്യങ്ങളായിരിക്കും. അപ്പൊ നമ്മള് അങ്ങനെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭംഗിയിൽ വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ഫോട്ടോസ് ഒന്നും പിന്നെ ചിന്തിക്കണ്ട. പക്ഷെ വീഡിയോ എങ്കിലും ഭംഗിക്ക് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇതിപ്പോ തരക്കേടില്ലാണ്ട് ആ ഒരു ഭംഗിയിൽ നമ്മൾ കണ്ണിൽ കാണുന്ന ആ ഒരു ഭംഗിയിൽ തന്നെ കിട്ടി. ഞങ്ങൾക്ക് എടുക്കുവാണ്. അപ്പൊ ഇനി ഇവിടുന്ന് ഇവിടുത്തെ പരിപാടി എത്രയേ ഉള്ളൂ, ഞങ്ങൾ ഇറങ്ങിയൊന്നുമില്ല. ഇനിയിപ്പോ ഇവിടുന്ന് ഞങ്ങള് അടുത്തുള്ള ഏതെങ്കിലും ഒരു ഷോപ്പിംഗ് സ്ഥലത്ത് പോകാന്ന് വിചാരിച്ചു. ഇന്നലെ വിചാരിച്ചിട്ട് പറ്റിയില്ല. അപ്പൊ ബേബാന് 1-2 എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞ് സാധനങ്ങളൊക്കെ വേണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ജസ്റ്റ് പോയി നോക്കാം ഇവിടെ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്നുള്ളത്. അപ്പൊ അത്രേ ഉള്ളൂ, വായോ. ഇത് ബാഗ ബീച്ച് വന്നു. ഇത് ഭയങ്കര ക്രൗഡാണ്, നമുക്ക് നിൽക്കാനുള്ള സ്ഥലമില്ല. പിന്നെ പോരാത്തതിന് കടലിങ്ങ് ശരിക്കും ഇങ്ങ് കയറിയിട്ടാണുള്ള. ഞങ്ങൾ ജസ്റ്റ് അവിടെ പോയി നോക്കി. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അവിടെ ഇരിക്കാനൊരു താല്പര്യം തോന്നിയില്ല. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഈ റോഡ് പുറത്തിറങ്ങി, ബീച്ചിൻ്റെ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് കുറച്ച് ഷോപ്പിംഗ് ഏരിയാസൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങോട്ട് പോയി എന്തെങ്കിലുമൊക്കെ നോക്കാം. അങ്ങനെ അവർ ബാക്കിൽ നിന്ന് നടന്നു വരുന്നുണ്ട്. നല്ല വെയിലും ഉണ്ട് ഇന്ന്. ഞാനും ബേബായി നടക്കുക, ഷോപ്പിംഗ് പ്ലേസ് തപ്പി നടക്കുക. അല്ലേ ബേബു? ബേബുവിന് ചോക്ലേറ്റ് വേണം, ബേബുവിന് എന്തെങ്കിലുമൊക്കെ വേണം. നമ്മളിത് ഇവിടെ കയറി കുറച്ച് ക്യാഷ് നട്ട്സ് മേടിച്ചു. ഇവിടെ എല്ലായിടത്തും മറ്റേ നമ്മൾ എങ്ങനെയാണ് ഷോപ്പിങ്ങിന് നമ്മൾ ഡ്രസ്സും ബാഗും ഒക്കെ നോക്കാൻ പോകുന്നത് അതേപോലെ എല്ലായിടത്തും ഉള്ള സാധനമാണ് ഈ ക്യാഷ് നട്ട്സിൻ്റെ. അപ്പോൾ പല ക്വാളിറ്റി ഇതിലുള്ള ക്യാഷ് നട്ട്സ് ഉണ്ട്. എനിക്കൊന്ന് നമ്മുടെ നാട്ടിലും ഉണ്ട്. നമുക്ക് അങ്ങോട്ട് ഇനി ഡ്രസ്സിൻ്റെ ഇപ്പോൾ ബേബാനും കുറച്ച് എന്തെങ്കിലുമൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് കുറേ നേരമായി വാശി കാണിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞങ്ങളിനി അങ്ങോട്ട് പോയി നോക്കുക. ബേബാന് സ്വീറ്റ്സ് തന്നോ അങ്കിള്? അവിടെ ഞങ്ങൾ ക്യാഷ് നട്ട് മേടിക്കാൻ നിന്നെടുത്ത്
ദിവാലി സ്വീറ്റ്സ് എന്നും പറഞ്ഞ് ബേബുവിനും എനിക്കും പപ്പാനും സ്വീറ്റ്സ് തന്നു. ബാഗ് ഷോപ്പിൽ വന്നു. വേറെ കുറച്ച് ബാഗ്സ് കൂടെ ഒക്കെ നോക്കാമെന്ന് വെച്ചു. കുറേ ബാഗ്സ്. ഈ ബാഗൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇത് പിന്നെ ഈ ബാഗ് കുറേ ടൈപ്പ് ബാഗ്സ് ഉണ്ട്, നോക്കാം. പിന്നെ കുറേ ബ്രാൻഡഡ് ബാഗ്സിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സാധനം പോലെ അങ്ങനെയൊക്കെ കുറേ ഉണ്ട്. ഇപ്പം അതൊക്കെ എല്ലായിടത്തും ഉണ്ട്. അങ്ങനെ ബേബ കുഞ്ഞ പിന്നും ടയേർഡായി. നെക്സ്റ്റ് ബേബാടെ ഷോപ്പിംഗ് ആണ്. ബേബാടെ അവളുടെ മാമിന് കീ ചെയിൻസ് മേടിക്കും. അപ്പോൾ അവൾക്ക് ഒരു ക്ലാസ്സിൽ തന്നെ 2 ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അവൾക്ക് ഒരു ടീച്ചറിന്റെ പേരെ അറിയാവുള്ളൂ, മറ്റേ ടീച്ചറിന്റെ പേര് അവൾക്ക് ഓർമ്മയില്ല. എല്ലാ ടീച്ചേഴ്സിനും ഒരേപോലത്തെ സാധനം മേടിക്കടാ. പപ്പായും മോളും ടീച്ചേഴ്സിനുള്ള ഷോപ്പിംഗ് ആണ്. മാമിനും പല പല ടൈപ്പ് സാധനങ്ങൾ മേടിക്കുള്ളൂ. ഞാൻ പറഞ്ഞു ഒരേപോലത്തെ 3 2 നീ മേടിച്ചോ. അപ്പോൾ അവള് ഓരോ ടീച്ചേഴ്സിന് ഓരോ ടൈപ്പ് ഇതേ മേടിക്കുള്ളൂ പറഞ്ഞിട്ട് അങ്ങനെ മേടിച്ചോണ്ടിരിക്കുക. എന്നാ മേടിച്ച ടീച്ചേഴ്സിന്? ആഹാ, ഇങ്ങനെ സാൻഡ് ഫില്ല് ചെയ്തതല്ലേ. അപ്പോൾ അവളുടെ ടീച്ചേഴ്സിന് കുറച്ച് സുവനീർസ് മേടിച്ചു ഒരേപോലത്തെ. അപ്പോൾ ഇവിടുത്തെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ചു പോവാണ്. ബേബ കുഞ്ഞ് എന്താ മേടിച്ചത്? ഒരു സൈലഫോൺ മേടിച്ചു. പിന്നെ അവളുടെ ടീച്ചേഴ്സിന് സാൻഡ് നിറച്ചിട്ടുള്ള കീ ചെയിൻ പോലത്തത് മേടിച്ചു. പിന്നെ ഞാനൊരു ബാഗ് മേടിച്ചു. ഇവിടെ വന്നിട്ട് ഷോപ്പിംഗ് ഒന്നും ചെയ്യാത്ത ഒരാളേ ഉള്ളൂ. ഒന്നും വേണ്ട, അത് വേണ്ട, വേറെ കടയിൽ നോക്കാം, ഇത് വേണ്ട, വേറെ കടയിൽ നോക്കാം, അങ്ങനെ പറഞ്ഞ് ഇമ്മി ഒന്നും മേടിച്ചില്ല. പിന്നെ ഞങ്ങൾ ക്യാഷ് നട്ട്സ് മേടിച്ചു. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ കുട്ടി ഷോപ്പിംഗ്. അപ്പോൾ ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാം. ഇവിടെ നിന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന പോലെ തന്നെയാണ് പോകുന്നത്. വഴിയിലൊരു 6 hours ഡ്രൈവ് കഴിഞ്ഞിട്ട് അവരുടെ അടുത്ത് റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ സ്റ്റേ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ രാവിലെ ബാക്കി ഡ്രൈവ്. അപ്പോൾ ഇനി ഫുഡ് കഴിക്കുന്ന അവിടെ പോയിട്ട് കാണാം. ബൈ. അയ്യോ, നമ്മുടെ ട്രിപ്പ് തീരാനായടാ. നമ്മുടെ ട്രിപ്പ് തീർന്നു. സജിമോൻ ഹാപ്പിയാണോ ട്രിപ്പ് തീരുന്നതിൽ? എന്താ ഹാപ്പി? പക്ഷെ മക്കളെ നിങ്ങൾ കണ്ടു, ഞാൻ ആകെ 2 ബാഗും എൻ്റെ കൊച്ചാകെ ഒരു 6 കീ ചെയിനും അത്ര ഞങ്ങൾ മേടിച്ചിട്ടുള്ളൂ. പക്ഷേ ഇത് സീസൺ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ ഹോട്ടൽസിനും കാര്യങ്ങളൊക്കെ. ബട്ട് സ്റ്റിൽ നമുക്ക് എന്നാലും കുറച്ച് റീസണബിൾ പ്രൈസിലാണ് നമുക്ക് കിട്ടിയത് കമ്പാരിറ്റീവ്ലി. അപ്പം അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്ന ദിവസമായതുകൊണ്ട് എനിക്ക് അന്ന് ഫസ്റ്റ് ഡേ കഴിച്ച താലി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ലാസ്റ്റ് ഡേ അല്ലേ, അപ്പോൾ ഒന്നും കൂടി അത് തന്നെ കഴിച്ചിട്ട് ബൈ കൊടുത്ത് പോവാമെന്ന്. ഇനി എന്താ ഓർഡർ ചെയ്തിട്ടുള്ളത്? കിങ്ഫിഷ് തന്നെയാണോ? എന്നിട്ട് റൊട്ടിയും ബേബാനും റൊട്ടിയും അല്ലേ? ഞാൻ മാത്രം എടുത്തോ, കഴിച്ചോ. ആ അപ്പം ഞങ്ങളിത് ഇപ്പോൾ റൂമിലെത്തി, ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ ഞങ്ങൾ പിന്നെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇനി ഒരു 3 hours കൂടെ ഉണ്ട് ഡ്രൈവ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഗോവയുടെ വീഡിയോസൊക്കെ. ഞങ്ങളുടെ ട്രിപ്പ് തീർന്നു, ഞങ്ങളിത് തിരിച്ച് വീട്ടിൽ പോവാണ് നാളെ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂട്ടത്തിൽ അടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം. ചിൽഡ്രൻ ടേക്ക് കെയർ ആൻഡ് ബൈ.